ഇന്ന് നമുക്ക് 2023 മോഡൽ ഇഗ്നിസിൻ്റെ ഒരു റിവ്യൂ നോക്കാം. ഇത് ബേസ് സിഗ്മ മോഡലാണ്. നിങ്ങളൊരു മാരുതിയുടെ പ്രീമിയം വെഹിക്കിൾ മീൻസ് പ്രീമിയം ബ്രാൻഡായ നെക്സയിൽ നിന്നൊരു വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇഗ്നിസ്. മീൻസ് നെക്സയുടെ ഷോറൂമിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ അവൈലബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇഗ്നിസ്. ഇതിൻ്റെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ മോഡലാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് സിഗ്മ മോഡലാണ്, ബേസ് വേരിയൻറ്റ് ഇഗ്നിസിൻ്റെ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇഗ്നിസിൻ്റെ എല്ലാ മോഡലിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സെയിം ഗ്രില്ല് തന്നെയായിരിക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. ഹെഡ്ലൈറ്റിനകത്തേക്ക് ബോണറ്റിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ മറ്റേ എന്താ പറയുക, നമ്മുടെ വാഷർ രണ്ടെണ്ണം ഇവിടെ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഈ ബ്ലാക്ക് ആൻഡ് ചെയ്ത് അതിനകത്തേക്ക് ഇറക്കി വെച്ചേക്കുന്ന ടൈപ്പുള്ള വൈപ്പറാണ് ഫ്രണ്ടിൽ നിന്ന്. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാലജൻ ലൈറ്റുകളാണ് ഫുള്ള്. പാർക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ്, ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റർ. ബേസ് മോഡലാണ്ട് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നുമില്ല. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു സിൽവർ കളറിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഒരു ഭാഗം കാണാം. അത് ഈ വണ്ടിയുടെ ഒരു SUV ലുക്ക് നൽകാനായിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ 180 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. വാഗണാർ സ്വിഫ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് 170 mm ഉള്ളൂ. ഇതിനേക്കാളും 10 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ കിട്ടാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയർ സൈസാണ്. സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസ് മോഡൽ തൊട്ട് ടോപ്പ് മോഡൽ വരെ 15 ഇഞ്ചിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. 175/65 R15. എല്ലാ മോഡലിനും സെയിം ടയർ സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് മോഡലിന് വീൽ കപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ സുസുക്കി എന്നുള്ള സെൻറ്റർ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഇൻഡിക്കേറ്ററാണ്. മിററിൽ വേറെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നോർമൽ അത്യാവശ്യം പ്രീമിയം വാഗണാറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. മുകളിലേക്ക് റൂഫ് റെയിൽ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ആൻറ്റിന മാത്രം. ബാക്കിലും സെയിം തന്നെ. ഇവിടെ ഈ നമ്മുടെ റീബോക്കിൻ്റെ ചിഹ്നം പോലത്തെ ഒരു 3 വര കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റൈലിഷ് ഫാക്ടറായിട്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് സുസുക്കിയുടെ ലോഗോ ഇഗ്നിസ്. ഏത് മോഡലാണെന്നോ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ടോപ്പ് മോഡൽ തൊട്ട് ഇവിടെ ഒരു സ്പോയിലർ വരുന്നുണ്ട്. ഇതിനിവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്പോയിലർ നമുക്ക് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിലും എല്ലാ മോഡലിനും ഇവിടെ ഇങ്ങനെ ഒരു സിൽവർ കളർ സ്കിഡ് പ്ലേറ്റ് വരുന്നു. ഇത് എന്താ പറയുക, നമ്മുടെ റിഫ്ലക്റ്റേഴ്സാണ്, ലൈറ്റുകളല്ല. ബാക്കിലും ഫുള്ള് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നോർമൽ ഹാലജൻ ലൈറ്റുകളാണ്. ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ആൾക്കാർക്ക് ഈ ബേസ് മോഡൽ എടുത്തിട്ട് മോഡിഫൈ ചെയ്താലും മതിയാവും. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തെല്ലാം ആക്സസറീസ് ബേസ് മോഡലിൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോയും കൂടി നമുക്ക് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഔട്ട് സൈഡിലെ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാനുവൽ സെൻട്രൽ ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന ഹെഡ്ലൈറ്റ് ലെവൽ ചെയ്യാനൊരു സ്വിച്ച് ഉണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഉണ്ട്. 2023 ഒരു ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. AC വെൻ്റ് കൊടുത്തിരിക്കുന്നു. മീറ്ററിലേക്ക് വരികയാണെങ്കിൽ ബേസിക് കൺട്രോൾസ് ഉള്ള മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ട്രിപ്പ് A, ട്രിപ്പ് B 2 ഓപ്ഷൻ. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, റേഞ്ച്, കറണ്ട് ഫ്യൂൽ എഫിഷ്യൻസി, ഇങ്ങനെ 3 ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാഗണാറിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ബേസിക് മീറ്റർ, ബട്ട് എന്നാൽ ഇൻഫോർമേറ്റീവ് ആണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഡെൽറ്റ മോഡലോട്ട് അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള മീറ്ററാണ്. കാണാനും കുറച്ചുകൂടി ഭംഗിയുണ്ട്. മറ്റേ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ഡയലൊക്കെ കറക്റ്റ് നേരെ വന്ന് ഒരു സ്പോർട്ടി മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ബേസ് മോഡലായിരുന്നിട്ട് കൂടി ഇതിന് ABS, 2 എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2023 ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വരികയാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഇല്ല, അത് ആക്സസറി ആയിട്ട് നമ്മൾ ചെയ്യണം. നടുക്കേക്ക് വരികയാണെങ്കിൽ പിന്നെ AC കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. മാനുവൽ AC ആണ്. ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഗിയർ ലിവർ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവറാണ്. ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാമാണ് ഇൻറ്റീരിയറിൽ നിന്നുള്ള കാഴ്ചകൾ. ഒരു മാനുവൽ മിറർ, മറ്റേ വാനിറ്റി മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും സിംഗിൾ ലൈറ്റായിട്ടുള്ള ഹാലജൻ ലൈറ്റാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ തൊട്ട് ഇതിന് സ്പീക്കറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം വിത്ത്
ഫോൺ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ സൈഡിലാണെങ്കിലും ജസ്റ്റ് പവർ വിൻഡോൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു, ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു വിത്ത് ബോഡി കളർ. പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബോഡി കളർ പാനൽ വരുന്നുണ്ട്. അത് വണ്ടിയുടെ ഒരു പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട് ശരിക്കും ഇൻറ്റീരിയറിൽ നിന്ന് സഹായിക്കും. പറഞ്ഞപ്പോൾ പറയാൻ മിസ്സായി പോയൊരു കാര്യമാണ്, നമ്മൾക്ക് ഡോറിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, സെൻറ്ററിൽ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാൻ. പിന്നെ നമുക്ക് ഗ്ലോ ബോക്സ് ആണെങ്കിൽ അത്യാവശ്യം സൈസായിട്ടൊരു ഗ്ലോ ബോക്സ് ആണ്. പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, കോയിൻസൊക്കെ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം, പക്ഷേ അത് വണ്ടി കട്ടറി ചാടുമ്പോൾ താഴ്ത്തേടി പോകും. വേറെ പ്രത്യേകിച്ച് സ്പേസ് കാര്യങ്ങളും ഇവിടെയും ചെറിയൊരു സ്പേസ് ഉണ്ട്, കീയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പാകത്തിന്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. എ സിക്ക് 4 വെൻസാണുള്ളത്. ഇവിടെ 2 സ്ക്വയർ ആയിട്ടുള്ള വെൻറ്റും സൈഡുകളിൽ പഴയ വാഗണർ ടൈപ്പ് റൗണ്ടായിട്ടുള്ള വെൻറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഒരു ഡോറാണ്. അകത്തേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കാലൊക്കെ അകത്ത് കയറ്റി വെച്ച് നിവർന്നിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ബാക്കിൽ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഡോറിൽ ഇവിടെ മാനുവൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോ എന്താ പറയുക, പവർ വിൻഡോൻ്റെ സ്വിച്ച് അല്ല, മാനുവൽ വിൻഡോ ആണ്. നമ്മൾ പണ്ടത്തെ സിസ്റ്റം പോലെ കറക്കി തിരിക്കേണ്ട ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബേസിക്കലി ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ബേസ് മോഡലിന്. ഇനി നമുക്ക് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കാര്യങ്ങളിലേക്ക് നോക്കാം. എഞ്ചിൻ പറയുകയാണെങ്കിൽ K12 സീരീസിലുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഡ്യുവൽ VVT എഞ്ചിനല്ല, അതിന് തൊട്ട് മുമ്പുള്ള സീരീസിലുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 83 HP ആണ് അതിൻ്റെ പവർ അവർ പറയുന്നത്, 6000 RPM. അത്യാവശ്യം പെപ്പി ആയിട്ടുള്ള ഒരു പഴയ നമ്മുടെ സ്വിഫ്റ്റ് കാര്യങ്ങളെല്ലാം ബലേനോ ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ ബലേനോ ഓടിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം പെപ്പി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഈ വണ്ടിക്ക് കമ്പാരിറ്റീവ്ലി വെയിറ്റും കാര്യങ്ങളും കുറവായതുകൊണ്ട് അത്യാവശ്യം പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നൊരു എഞ്ചിനാണ്. ഇത് 2 ഗിയർ ബോക്സ് ഓപ്ഷനാണ് വരുന്നത്, 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AGS-ഉം നമ്മളുടെ AMT ഗിയർ ബോക്സും. ഈ 2 എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. മൈലേജ് പറയുകയാണെങ്കിൽ കമ്പനി പറയുന്നത് ഒരു 21 കിലോമീറ്റർ പെർ മൈലേജാണ് ARI പറയുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറൗണ്ട് 17 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി പ്രൈസ് കാര്യങ്ങളിലേക്ക് പോകാം. പ്രൈസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ വാഗണാറിൻ്റെ വീഡിയോ ചെയ്ത് പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിരുന്നു. അതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റാണ്, നിങ്ങൾ പറയുന്ന പ്രൈസിന് വണ്ടി കിട്ടുന്നില്ല, അതിലും കൂടുതലാണ് പ്രൈസ് എന്ന്. ഞാൻ പറയുന്ന പ്രൈസിന് നിങ്ങൾക്ക് വണ്ടി കിട്ടണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഡിവിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഈ പറയുന്ന പ്രൈസിന് നിങ്ങൾക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ, നമുക്ക് സാധാരണ എൻക്വയറീസ് കേരളത്തിൽ നിന്നാണ് അവർക്ക് വരാറ്. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി എടുക്കാം. ഇപ്പം നിങ്ങൾ മലപ്പുറമോ ഹരിപ്പാടോ തിരുവനന്തപുരം ആണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ വണ്ടി വീട്ടിൽ ഡെലിവറി വരെ തരും. അതുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കണമെങ്കിലും നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി ബുക്ക് ചെയ്യുകയും ഡെലിവറി എടുക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് യാതൊരു കൺസേൺസും ഇല്ല. അപ്പോൾ നമുക്കിനി പ്രൈസിലേക്ക് പോകാം. പ്രൈസിലേക്ക് വരുമ്പോൾ ഈ സിഗ്മ മോഡലിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 5,84,000 രൂപയാണ്. ഇൻഷുറൻസ് വരുന്നത് 27,070 രൂപ. ടാക്സ് 75,920. പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി, മാരുതിയുടെ 5 കൊല്ലത്തേക്ക് 2 കൊല്ലത്താണ് വണ്ടിക്ക് വാറണ്ടി, 2 കൊല്ലം കൂടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റൻഡ് വാറണ്ടി വരുന്നത് 11,540. പിന്നെ RTO 9,955, ഫാസ്ടാഗ് 600, നെക്സാ കാർഡ് 893. ഈ നെക്സാ കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 7 ലക്ഷം രൂപയാണ് ഈ സിഗ്മ മോഡലിന്. 7 ലക്ഷം രൂപ വരുന്നതിൽ നിങ്ങൾക്ക് കുറച്ച് കൺസ്യൂമർ ഓഫർ, പിന്നെ മറ്റേ കോർപ്പറേറ്റ് ഓഫർ, അങ്ങനെ പറഞ്ഞ കുറച്ച് ഓഫറുകളുണ്ട്. ഈ എല്ലാ ഓഫറും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടി ഏകദേശം 6,63,000 രൂപയ്ക്ക് വണ്ടി ഓൺ റോഡ് എടുക്കാൻ പറ്റും. ഈ ഇൻഷുറൻസിൻ്റെ പൈസയിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഏതെടുക്കണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവർ പ്രൈസ് നിങ്ങൾക്ക് കുറച്ച് തരും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി റോഡിലിറക്കാം. 95% വരെ ഓൺ റോഡ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ 90% ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഏകദേശം ഒരു 8,000-8,200 അടയ്ക്കാനേ EMI വരുള്ളൂ.
അപ്പോൾ ഇതാണ് വണ്ടിയുടെ പ്രൈസ്. എന്തായാലും ഡെൽറ്റയുടെ പ്രൈസ് കൂടി പറയാം. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻ്റാണ് ഡെൽറ്റ. കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഞാനൊരു വണ്ടി കിട്ടുകയാണെങ്കിൽ ഡെൽറ്റയുടെ വീഡിയോ ചെയ്യാനായിട്ട് നോക്കാം. ഡെൽറ്റയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,64,000 അതായത് ഏകദേശം 50,000 രൂപ കൂടുതലേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഒരു വാല്യൂ ഫോർ മണിയാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ മോഡൽ. അതിനകത്ത് 37,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. ഒരു 7,27,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റും. അതിന് നിങ്ങൾ ഏകദേശം 1,00,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 8,500-600 ഇടയ്ക്ക് നിങ്ങൾക്ക് 7 കൊല്ലത്തേക്ക് CC ആയിട്ട് എടുക്കുമ്പോൾ അടവ് വരും. ഇനി നമുക്ക് നോക്കേണ്ട എന്തുകൊണ്ട് ഇഗ്നിസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഗ്നിസ് ചൂസ് ചെയ്യണം. ഇഗ്നിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്വിഫ്റ്റ് അല്ലെങ്കിൽ വാഗണാറൊക്കെ എടുക്കാൻ വരുന്നവർക്ക് നെക്സയുടെ ഒരു പ്രീമിയം വെഹിക്കിൾ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്ന ഒരു വണ്ടിയാണ് ഇഗ്നിസ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇപ്പം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ ബ്രസ എടുത്തില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു ഓപ്ഷനായിട്ട് ഞാൻ നോക്കുന്ന വണ്ടി ഇഗ്നിസ് ആണ്. നമുക്ക് ശരിക്കും ഒരു SUV ഫീലാണ് വണ്ടിക്ക്. ഇപ്പം നമ്മൾ ഈ ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് ഇരുന്നിട്ട് ബോണറ്റൊക്കെ കണ്ട് ഓടിക്കാൻ പാകത്തിനുള്ള ഒരു വരുന്നു. അത്യാവശ്യം ഉയർന്ന സീറ്റിങ്ങിൽ ഇരിക്കുന്നു. ഇതിൻ്റെ ഡെൽറ്റ തൊട്ട് മോഡലിൽ സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഹൈറ്റിലിരിക്കാം. അത്യാവശ്യം നല്ല എന്താ പറയുക ഹൈറ്റ് വരുന്നുണ്ട് വണ്ടിക്ക്. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു SUV ഫീൽ, ഒരു ചെറിയ മിനി SUV ഓടിക്കുന്ന ഫീലിൽ നിങ്ങൾക്ക് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇഗ്നിസ്. അതായത് വാഗണാർ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ചൂസ് ചെയ്യാൻ വരുന്നവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ വണ്ടി വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന ഒരുവിധം എല്ലാവർക്കും തന്നെ ഈ വണ്ടി ഇഷ്ടപ്പെടും. നിങ്ങൾ വാഗണാർ മാറ്റിയിട്ട് മോസ്റ്റ് പ്രോബബിളി പലരും ഇഗ്നിസിലേക്ക് പോകാറുണ്ട്. പിന്നെ വീട്ടിൽ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഇതിൻ്റെ AGS ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. ചെറിയ വണ്ടിയാണ്, ഫുള്ള് വിസിബിളാണ് കാണാൻ, കോമ്പാക്റ്റാണ്, ഏതിക്കൂടെയും കൊണ്ടു കിടക്കാം, അങ്ങനെ എല്ലാം കൊണ്ടും അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. അപ്പോൾ അതാണ് ഇഗ്നിസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണാം. അപ്പോൾ കാണുന്നവർ വരെ പറയാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ മീൻസ് ഈ ചാനലിൽ വരുന്ന വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.